ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള ഭാഗങ്ങളിൽ ക്ഷണിക്കപ്പെട്ടവർ മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കണ്ടിട്ട് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. കർത്താവ് അവിടെ പറയുന്ന ഒരു ഉപമ, ഒരുവൻ കല്യാണത്തിന് ക്ഷണിച്ചാൽ ചെന്ന് ഏറ്റവും പ്രധാന സ്ഥലങ്ങളിൽ ഇരിക്കാതെ ഒരു ഭാഗത്ത് മാറി ഏറ്റവും അവസാന ഭാഗത്ത് ചെന്നിരിക്കാൻ കർത്താവ് പറയുകയാണ്. അവിടെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, നിന്നേക്കാൾ മാനമേറിയവനെ ആ വീട്ടുടയവൻ ക്ഷണിച്ചിരിക്കാം. അവൻ വരുമ്പോൾ നിന്നോട് ഒടുക്കത്തെ സീറ്റിലോട്ട് പോയി ഇരിക്കാൻ പറഞ്ഞാൽ നിനക്കതൊരു നാണക്കേടാണ്. എന്നാൽ നീ ഒടുവിലത്തെ സീറ്റിൽ ചെന്നിരുന്നാൽ വീട്ടുടയവൻ നിന്നോട് വന്നിട്ട് നീ മുന്നോട്ട് കയറിയിരിക്കാൻ പറയുമ്പോൾ ദൈവവചനം പറയുന്നു, ആ പന്തിയിൽ നിനക്ക് മാനം ഉണ്ടാകും. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവവചനം അനുഗ്രഹങ്ങളും വിടുതലും അസാധാരണമായ അത്ഭുതങ്ങളും മാത്രമല്ല, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ താൻ എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം പഠിപ്പിക്കുന്ന ഒത്തിരി ഭാഗങ്ങളുണ്ട്. അതുപോലൊരു ഭാഗമാണ് ഈ പറഞ്ഞ ഉപമ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എവിടെയൊക്കെ ചെന്ന് കയറുമ്പോൾ ദൈവവചനം പറയും, നമുക്ക് താഴ്മയുണ്ടാകണം, നമുക്ക് എളിമയുണ്ടാകണം. അതാണ്, മുഖ്യാസനത്തിൽ കയറി ഇരിക്കരുത്, നമ്മൾ വലിയ ആളായി ചമയരുത്. ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന മാന്യത വേണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മ ഏറ്റവും അവസാന ഭാഗത്തിരുന്നാൽ ദൈവം നമ്മെ മാന്യതയിലോട്ട് കൊണ്ടുവരുന്ന ഒരു ഭാഗം ദൈവം നമ്മെ പരിചയപ്പെടുത്തുക. കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ട നാം അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ സാഹചര്യം കണ്ടിട്ട് ഏറ്റവും മുഖ്യാസനത്തിൽ ചെന്നിരുന്നിട്ട് ആ വീട്ടുടയവൻ വന്ന് മാറ്റി നിർത്തിയാൽ ഉണ്ടാവുന്ന നാണക്കേടും, മറിച്ച് വീട്ടുടയവൻ നമ്മെ മാനിക്കുന്നൊരു സാഹചര്യവും ദൈവവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിലാകട്ടെ, നമ്മൾ പുറത്തു പോകുന്ന സാഹചര്യങ്ങളിലാകട്ടെ, ഒരു ദൈവ മനുഷ്യന് ആ വ്യക്തിയുടെ ഒരു ക്വാളിറ്റി ഉണ്ടാകണം. ആ വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ദൈവം കൊടുത്തൊരു മാന്യത ഉണ്ടാകണം. അതുകൊണ്ടാണ് ഇവിടെ പന്തിയിൽ തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ ഒരു മുഖ്യാസനത്തിന് വേണ്ടി അടിപിടി കൂടുന്ന ഒരു സാഹചര്യത്തിൽ കർത്താവ് ഉപമയിലൂടെ പറഞ്ഞു, നിങ്ങളത് ചെയ്യരുത്. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്തും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ ദൈവ പൈതലെന്ന് തെളിയിക്കുന്ന ഒരു ക്വാളിറ്റി നമുക്കുണ്ടാകണം. നമ്മുടെ സ്വഭാവം കണ്ടിട്ട് നമ്മെ വിരൽ ചൂണ്ടുന്ന സാഹചര്യങ്ങളിലോട്ട് നമ്മൾ പ്രവേശിക്കരുത്. ദൈവവചനം അത്ഭുതവും അനുഗ്രഹങ്ങളും മാത്രമല്ല, ഒരു ഭക്തന്റെ ജീവിതത്തെ ചിട്ടയോടുകൂടി നടത്തുന്നത് കൂടെയാണ് ദൈവവചനം. ഈ ഭാഗം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്തും ചില കുറവുകളെ നികത്തി മാന്യതയിലൂടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.